ിലേക്ക് സ്വാഗതം. ഇന്ന് ഇവിടെ ചെറുതായിട്ട് മഴയും ഇടിയൊക്കെ ഉണ്ട്. അപ്പം അതിൻ്റെയൊക്കെ ഒരു സൗണ്ട് ഈ വീഡിയോയിൽ ഉണ്ടാവും. നിങ്ങളെല്ലാവരും ക്ഷമിക്കുക. പിന്നെ നമ്മൾ പോളിനോമിയൽസ് എന്ന ചാപ്റ്ററിൽ റിലേഷൻ ബിറ്റ്വീൻ സീറോസ് ആൻഡ് കോഎഫിഷ്യൻസ് ഓഫ് എ പോളിനോമിയൽ അതാണ് ഇന്ന് പഠിക്കാൻ പോകുന്നത്. നമുക്കറിയാം, ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ അതിൻ്റെ ജനറൽ ഫോം ഇങ്ങനെയാണ്: ax² പ്ലസ് bx പ്ലസ് c where a not equal to 0. ഒരു ക്വാഡ്രാറ്റിക് എക്സ്പ്രഷനാണിത്. നമുക്കറിയാം, a എന്ന് പറയുന്നത് കോഎഫിഷ്യൻ്റ് ഓഫ് x² ആണ്, b കോഎഫിഷ്യൻ്റ് ഓഫ് x, c കോൺസ്റ്റൻറ്റ്. പിന്നെ നമുക്കറിയാവുന്നത് ഡിഗ്രി 2 ആയ ഒരു പോളിനോമിയലാണിത്. നമുക്കറിയാം, ഇവിടെ എക്സിൻ്റെ ഗ്രേറ്റസ്റ്റ് പവർ 2 ആണ്, അതുകൊണ്ട് ഇത് ഡിഗ്രി 2 ആണ്. ഡിഗ്രി 2 ആണെങ്കിൽ ആ പോളിനോമിയലിന് 2 zeros ആണ് ഉണ്ടാവുക. അതായത് എക്സിനൊരു വാല്യൂ ഇട്ട് കൊടുക്കുമ്പോൾ ഈ പോളിനോമിയലിൻ്റെ വാല്യൂ 0 ആവും. അതിനാണല്ലോ നമ്മൾ സീറോസ് ഓഫ് എ പോളിനോമിയൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഡിഗ്രി 2 ആയതുകൊണ്ട് ഈ പോളിനോമിയലിന് 2 zeros ഉണ്ടായിരിക്കും. അപ്പോൾ അതിന് നമ്മൾ ആൽഫ ആൻഡ് ബീറ്റ അസ്യൂം ചെയ്യണം. ആൽഫ ആൻഡ് ബീറ്റ ആർ ദി സീറോസ്. അങ്ങനെയാണെങ്കിൽ ഈ കോഎഫിഷ്യൻസും, അതായത് x² കോഎഫിഷ്യൻ്റ്, എക്സിൻ്റെ കോഎഫിഷ്യൻറ്റും ഈ കോൺസ്റ്റൻറ്റ് ടേമും പിന്നെ ഈ ആൽഫയും ബീറ്റയും തമ്മിലൊരു റിലേഷൻ ഉണ്ട്. അതാണ് നമ്മളിവിടെ ഇന്ന് പഠിക്കാൻ പോകുന്നത്. അതെന്താണെന്ന് വെച്ചാൽ സം ഓഫ് സീറോസ്, അതായത് ആൽഫ പ്ലസ് ബീറ്റ, 2 zeros നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ അത് രണ്ടും ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസറും ഈ മൈനസ് ഓഫ് കോഎഫിഷ്യൻ്റ് ഓഫ് എക്സ് ബി, ഇവിടെ കോഎഫിഷ്യൻ്റ് ഓഫ് എക്സ് ബി ആണ്, ഡിവൈഡഡ് ബൈ കോഎഫിഷ്യൻ്റ് ഓഫ് x², ഇത് ചെയ്യുന്നതും സെയിം ആയിരിക്കും. അതായത് നമുക്ക് 2 zeros വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സമ്മും ഈ മൈനസ് ബി ബൈ എ എന്നതിൻ്റെ വാല്യൂ സെയിം ആയിരിക്കും. അതാണ് ഇതിൻ്റെ ഒരു റിലേഷൻ. പിന്നെ പ്രോഡക്റ്റ് ഓഫ് സീറോസ്, അതായത് ആൽഫയും ബീറ്റയും സീറോസ് ആണെങ്കിൽ അതിൻ്റെ പ്രോഡക്റ്റ്, അതായത് ആൽഫ ബീറ്റ എന്ന് പറയുന്നതും സി ബൈ എ കോൺസ്റ്റൻറ്റ് ഡിവൈഡഡ് ബൈ കോഎഫിഷ്യൻ്റ് ഓഫ് x², സി ബൈ എയും സെയിം ആയിരിക്കും. ഇവിടെ ശ്രദ്ധിക്കാനുള്ളത്, ഫസ്റ്റ് ആൽഫ പ്ലസ് ബീറ്റയിൽ മൈനസ് ഉണ്ട്, മൈനസ് ഓഫ് ബി ബൈ എ, ആൽഫ ബീറ്റ സി ബൈ എ ഇങ്ങനെയാണ്. ഇനി ഒരു ക്യൂബിക് പോളിനോമിയലാണെങ്കിൽ, അതായത് ax³ പ്ലസ് bx² പ്ലസ് cx പ്ലസ് d വേറെ നോട്ട് ഈക്വൽ ടു 0. a നോട്ട് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ ഇത് ക്യൂബിക് പോളിനോമിയൽ ആയതുകൊണ്ടാണ്. ഇത് 0 ആയാൽ ഈ ഒരു ടേം 0 ആയി പോയാൽ ഇത് ക്യൂബിക് പോളിനോമിയൽ ആവില്ല. അതുകൊണ്ടാണ് അങ്ങനെ നമ്മൾ കണ്ടീഷൻ എഴുതുന്നത്. അപ്പോൾ ഇവിടെ നമുക്കറിയാം ഡിഗ്രി 3 ആണ്, അതുകൊണ്ട് 3 zeros ഉണ്ടാവും. ലെറ്റ് ആൽഫ, ബീറ്റ ആൻഡ് ഗാമ are the zeros of this polynomial. Then alpha plus beta plus gamma, alpha plus beta plus gamma ചെയ്താൽ, അതായത് ഈ 3 zeros കൂടി ആഡ് ചെയ്താൽ നമുക്ക് ഈ മൈനസ് ബി ബൈ എ തന്നെ ആയിരിക്കും. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ഇവിടുത്തെ ബി എന്ന് പറയുന്നത് എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് ആണ്, കോഎഫിഷ്യൻ്റ് ഓഫ് എക്സ് ആണ്. ഇതാണെങ്കിൽ കോഎഫിഷ്യൻ്റ് ഓഫ് x² ആണ്. അതായത് ഏത് ഡിഗ്രി ആണോ അതിൻ്റെ തൊട്ട് താഴെയുള്ള ഡിഗ്രിയുള്ള ഇതിൻ്റെ കോഎഫിഷ്യൻ്റ് ആയിരിക്കും ഇവിടെ ബി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിവിടെ മൈനസ് ബി ബൈ എന്ന് എഴുതാം, കോഎഫിഷ്യൻ്റ് ഓഫ് x² ഡിവൈഡഡ് ബൈ കോഎഫിഷ്യൻ്റ് ഓഫ് x³ ഇനി ഇവിടെ 3 zeros ഉള്ളത് കൊണ്ട് ഈ പ്രോഡക്റ്റ് കാണുന്നതിന് മുമ്പ് വേറൊരു സംഭവം കൂടി ഉണ്ട്. അതായത് 2 എണ്ണം വീതം 2 zeros തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആഡ് ചെയ്യാം. അതായത് ആൽഫ ബീറ്റ അത് 2 മൾട്ടിപ്ലൈ ചെയ്തു, പ്ലസ് ബീറ്റ ഗാമ പ്ലസ് ആൽഫ ഗാമ, ഇതും ഇങ്ങനെ 3 എണ്ണം മാറി മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആഡ് ചെയ്യുക. അതാണ് ഇതിൻ്റെ ആൻസർ ആയിരിക്കും സി ബൈ എ എന്ന് പറയുന്നത്. ഇവിടെ സി എന്ന് പറയുന്നത് ശ്രദ്ധിക്കണം, എക്സ് കോഎഫിഷ്യൻ്റ് ഓഫ് എക്സ് ആണ് സി ആയിട്ട് വരുന്നത്. പിന്നെ ശ്രദ്ധിക്കേണ്ടത് ഫസ്റ്റ് വൺ മൈനസ്, സെക്കൻഡ് പോസിറ്റീവ് ആയിരിക്കും. ഇനിയാണ് തേർഡ് കേസ്, അതായത് 3 zeros കൂടി മൾട്ടിപ്ലൈ ചെയ്യുക. ആൽഫ ബീറ്റ ഗാമ ഈക്വൽ ടു മൈനസ്
ഡി ബൈ എൻ. മൂന്നാമത്തെ കേസിൽ വീണ്ടും മൈനസ് ഇട്ടു. പിന്നെ കോഎഫിഷ്യൻ്റ് ഓഫ് കോൺസ്റ്റൻറ്റ് ഡിവൈഡ് ബൈ കോഎഫിഷ്യൻ്റ് ഓഫ് എക്സ് ക്യൂബ്. ഇങ്ങനെയാണ്. അപ്പോൾ ഈ സമ്മ് കാണുന്നതും ഇതും ഈക്വൽ ആയിരിക്കും, ഇത് കാണുന്നതും ഇതും ഈക്വൽ ആയിരിക്കും, ഇതും ഈക്വൽ ആയിരിക്കും. അങ്ങനെയാണ് ഇത് ചെയ്യുന്നത്. പിന്നെ ശ്രദ്ധിക്കാനുള്ളത് ഫസ്റ്റ് വൺ മൈനസ്, സെക്കൻഡ് പോസിറ്റീവ്, തേർഡ് നെഗറ്റീവ്. ഇങ്ങനെ ഓൾട്ടർനേറ്റീവായിട്ട് സൈൻ മാറി വരും. ഇനി നമുക്ക് ഇത് വെച്ചിട്ട് രണ്ട് കണക്ക് ചെയ്യുമ്പോൾ ഒന്നുകൂടി നിങ്ങൾക്ക് ക്ലിയർ ആവും. ക്വസ്റ്റ്യൻ ഇതാണ്: ഫൈൻഡ് ദ സീറോസ് ഓഫ് ദി ഫോളോയിങ് ക്വാഡ്രാറ്റിക് പോളിനോമിയൽ ആൻഡ് വെരിഫൈ ദി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദി സീറോസ് ആൻഡ് ദി കോഎഫിഷ്യൻസ് 2x² - 3 + 5x. അപ്പോൾ ഇതാണ് ക്വാഡ്രാറ്റിക് പോളിനോമിയൽ. അതിൻ്റെ സീറോസ് കണ്ടുപിടിക്കുക, എന്നിട്ട് അതിൻ്റെ കോഎഫിഷ്യൻസ് ആയിട്ടുള്ള റിലേഷൻ വെരിഫൈ ചെയ്യുക. ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതിനെ നമ്മളൊന്ന് സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് എഴുതണം. അതായത് 2x² + 5x - 3, അതായത് എക്സിൻ്റെ ഡിഗ്രിയുടെ ആ ഓർഡറിൽ എഴുതണതാണ്. അപ്പോഴാണ് നമുക്ക് ആ കറക്റ്റ് എയും ബിയും ഒക്കെ കറക്റ്റായിട്ട് എടുക്കാൻ പറ്റുള്ളൂ. ഇവിടെ നമുക്കറിയാം കോഎഫിഷ്യൻ്റ് ഓഫ് x² എന്ന് പറയുന്നത് a ആണ്. a = 2 ആണ്. കോഎഫിഷ്യൻ്റ് ഓഫ് x എന്ന് പറയുന്നത് b ആണ്. b = 5 ആണ്. പിന്നെ കോൺസ്റ്റൻറ്റ് ടേം c ആണ്. c = -3. ഇതിന് തൊട്ട് മുമ്പുള്ള ആ സൈനും കൂടി എടുക്കണം. അപ്പോൾ c = -3. അപ്പോൾ ഇത് മൂന്നും ആദ്യം എഴുതി വെക്കാം. ഇനി നമുക്ക് ഈ ഇക്വേഷൻ്റെ സീറോസ്, ഈ പോളിനോമിയലിൻ്റെ സീറോസ് കണ്ടുപിടിക്കാം. അതെങ്ങനെയാണെന്ന് നോക്കാം. ഇതിൻ്റെ സീറോസ് കണ്ടുപിടിക്കാനായിട്ട് പല മെത്തേഡുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്, കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുണ്ട്. ഇതിൽ നമ്മളിപ്പോൾ ഫാക്ടറൈസേഷൻ മെത്തേഡിലാണ് ഇപ്പോൾ ചെയ്യാൻ പോകുന്നത്. അതായത് സ്പ്ലിറ്റിംഗ് ദി മിഡിൽ ടേം. അതായത് ഇപ്പോൾ ഇതിൻ്റെ സീറോസ് കണ്ടുപിടിക്കാനായിട്ട് =0 എന്നിടാം. ഇതിന് ഏത് വാല്യൂ, എക്സിന് ഏത് വാല്യൂ കൊടുക്കുമ്പോഴാണോ 0 ആവുന്നത് അതാണല്ലോ അതിൻ്റെ 0 എന്ന് പറയുന്നത്. അപ്പോൾ 2x² + 5x - 3 = 0 എന്ന് ആദ്യം ഇടാം. എന്നിട്ട് നമുക്ക് സ്പ്ലിറ്റിംഗ് ദ മിഡിൽ ടേം ചെയ്യാം. അതായത് രണ്ട് നമ്പർ എടുക്കുക, അതിൻ്റെ സമ്മ് +5ഉം പ്രോഡക്റ്റ് 2 × -3 -6ഉം വരണം. അതായത് സമ്മ് +5 ആയിരിക്കണം, സമ്മ് 5ഉം പ്രോഡക്റ്റ് കണ്ടാൽ -6ഉമാണ് വരേണ്ടത്. രണ്ട് നമ്പർ നമ്മൾ എടുക്കുകയാണ്. അതായത് 6ഉം -1, 6, -1. ഇത് ശരിയാവുമെന്ന് നോക്കാം. ഫസ്റ്റ് സമ്മ് 5 ഇട്ടുണ്ടോ നോക്കാം. 6 + -1 ആണെങ്കിൽ =5 ആണ്. സമ്മ് 5 കിട്ടി. 6 × -1 ചെയ്യാനെങ്കിൽ -6 കിട്ടും. അപ്പോൾ ആഡ് ചെയ്തപ്പോൾ 5ഉം പ്രോഡക്റ്റ് ചെയ്തപ്പോൾ -6ഉം കിട്ടി. ഇങ്ങനെ കിട്ടുന്ന രണ്ട് നമ്പേഴ്സാണ് 6ഉം -1. അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മൾ ഈ സെൻറ്ററിലെ നമ്പറിനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതും. അതായത് 5xനെ നമ്മൾ 6x - x എന്ന് എഴുതും. അതായത് ഈ 2x² - 3ഉം അതുപോലെ തന്നെ എഴുതാം. 2x² + 5xനെ 6x - x - 3 = 0. ഈ 5xനാണ് ഇത്രയും ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതിയത്. നമുക്കറിയാം ഇവിടെ 6 കോഎഫിഷ്യൻറ്റ് 6 ആണ്, ഇതിൻ്റെ കോഎഫിഷ്യൻറ്റ് -1 ആണ്. ഉണ്ടാവും 6ഉം -1 അങ്ങനെ വരും. അങ്ങനെ എഴുതാം. ഇനി ചെയ്യേണ്ടത് ഇതിൽ നിന്ന് കോമൺ ആയിട്ടുള്ളത് ഔട്ട് സൈഡ് എടുക്കുക. ഇവിടെ ഇപ്പോൾ 2ഉം എക്സും ഉണ്ട്, കോമൺ ആയിട്ടുള്ളതുണ്ട്. ഇപ്പോൾ 2x × ബാക്കി ഇവിടെ ഉള്ളത് x ആണ്, x+ ഇതിൽ 3 ആണുള്ളത്, x + 3. ഇവിടെ ഒരു മൈനസ് ഔട്ട് സൈഡ് എടുക്കുക. ബാക്കി ഉള്ളിൽ x + 3 വരും =0. അതായത് -(x) -6 -(3) -3. ഇത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ -6 -3 എന്ന് വരും. ഇപ്പോൾ ഇതിൽ രണ്ടിൽ x + 3 കോമൺ ആയിട്ടുണ്ട്, അത് ഔട്ട് സൈഡ് എടുക്കുകയാണ്. x + 3 × ഇവിടെ 2x ആണ്, 2x മൈനസ് ഇവിടെ 1 ആണുള്ളത്, 2x - 1 =0. ഇങ്ങനെയാണ് നമുക്ക് രണ്ട് ഫാക്ടേഴ്സ് കിട്ടുന്നത്. അപ്പോൾ ഇനി ഫസ്റ്റ് ഒന്നുമില്ല ഇതോ 0 ആവും. അതായത് x + 3 = 0 ആണെങ്കിൽ x = -3 എന്ന് വരും. ഇനി 2x - 1 = 0 ആണെങ്കിൽ 2x = 1, x = 1/2. അപ്പോൾ നമുക്ക് രണ്ട് സീറോസ് കിട്ടി, ഒന്ന് -3ഉം ഒന്ന് 1/2. ആൽഫ -3 ആൻഡ് ബീറ്റ = 1/2. ഇനി ഇതാണ് നമ്മളുടെ രണ്ട് സീറോസ് ആയിട്ട് വരുന്നത്. ഇനി ഇതിൻ്റെ സം കാണാം. അതായത് ആൽഫ + ബീറ്റ. ആൽഫ + ബീറ്റ ചെയ്താൽ നമുക്ക് കിട്ടേണ്ടത് എന്താണ്? -b/a ആണ് കിട്ടേണ്ടത്. നമുക്കറിയാം b = a = 2
ബി ഈസ് ഈക്വൽ ടു 5, സി ഈസ് ഈക്വൽ ടു -3. ഇത് നമ്മൾ നേരത്തെ എഴുതി വെച്ചതാണ്. അതായത് ഇതിൻ്റെ കോഎഫിഷ്യൻസ്, ഈ ഒരു പോളിനോമിയലിൻ്റെ കോഎഫിഷ്യൻസ് ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇതിൽ ഈ ആൽഫ പ്ലസ് ബീറ്റ, അതായത് ഇത് രണ്ടും ചെയ്യുമ്പോൾ ഈ -b/a കിട്ടുന്നുണ്ടോ എന്ന് നോക്കാം. ഇവിടെ ആൽഫ പ്ലസ് ബീറ്റ എന്ന് പറയുന്നത് -3 + 1/2. ഇത് LCM കണ്ടിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. -6 + 1 / 2. -6 + 1 -5 ആണ്, -5/2. ഇനി -b/a എന്താണെന്ന് നോക്കാം. -b/a, ഇവിടെ b എന്ന് പറയുന്നത് 5 ആണ്. അപ്പോൾ -b എന്ന് പറഞ്ഞാൽ -5 ആണ്, /a2, -5/2. അപ്പോൾ നമുക്ക് കിട്ടി ആൽഫ പ്ലസ് ബീറ്റ ഈസ് ഈക്വൽ ടു -b/a, രണ്ടും -5/2. Therefore ആൽഫ പ്ലസ് ബീറ്റ ഈസ് ഈക്വൽ ടു -b/a. ഇനി ആൽഫ ബീറ്റ എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ്? -3 × 1/2, അതായത് -3/2. c/a എന്താണെന്ന് നോക്കാം. c/a ഈക്വൽ ടു, ഇവിടെ c -3 ആണ്, -3/a എന്ന് പറയുന്നത് 2 ആണ്. അപ്പോൾ c/a എന്ന് കിട്ടി, രണ്ടും -3/2. Therefore ആൽഫ ബീറ്റ ഈസ് ഈക്വൽ ടു c/a. ആൽഫ ബീറ്റ ഈസ് ഈക്വൽ ടു c/a. അപ്പോൾ നമുക്ക് ആൽഫ പ്ലസ് ബീറ്റ -b/a എന്നും, ആൽഫ പ്ലസ് ബീറ്റ -b/a എന്നും, ആൽഫ ബീറ്റ c/a എന്നും കിട്ടി. ഹെൻസ് വെരിഫൈഡ്. ഇങ്ങനെയാണ് ഇത് വെരിഫൈ ചെയ്യാനുള്ള കണക്ക് ചെയ്യുന്നത്. ഇത് വളരെ എളുപ്പമുള്ളൊരു കണക്കാണ്. ഇനി കുറച്ചും കൂടി കൺഫ്യൂഷൻ വരുന്ന കണക്കുകളൊക്കെ ഉണ്ട്. നമുക്കിനി ആ നെക്സ്റ്റ് വീഡിയോയിൽ ചെയ്യാം. അപ്പോൾ ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നിങ്ങളെല്ലാവരും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.